ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലീനാമോൾ സ്റ്റാൻലി. ഞാൻ വരുന്നത് ബാംഗ്ലൂർ ഹുളളി ക്രൈസ്ത കിങ് ചർച്ച് ഇടവകയിൽ നിന്നാണ്. എൻ്റെ ഭർത്താവ് സ്റ്റാൻലി, മക്കൾ അലൻ, ആൻ, ആൻസി. ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് മെയ് 6, 2024 എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ ഈ വേദിയിൽ, ഈ തിരുസന്നിധിയിൽ മൂന്നാമത്തെ സാക്ഷ്യമാണ് എൻ്റേത്. ഞാൻ ആദ്യം പറയുന്നത്, ഞങ്ങൾക്ക് ഹസ്ബൻഡ് സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളെല്ലാ വെക്കേഷനും ഞാനും മക്കളും കൂടി സൗദിയിൽ പോകാറുള്ളതാണ്. കഴിഞ്ഞ മെയ്യിൽ ഞങ്ങൾക്ക് പോകാൻ സാധിക്കാതെ വന്നു. അത് ഒക്ടോബറിൽ പോകാമെന്ന് കരുതിയ സമയത്താണ് എൻ്റെ മകന്, അവൻ പഠിക്കുന്നത് കർണാടകയിൽ PUC, അതായത് ഇവിടുത്തെ +2 തന്നെയാണ്, ഫൈനൽ ഇയർ ആയിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ ഒക്ടോബറിൽ അവന് എക്സാം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കില്ല, വിസ എടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളങ്ങനെ എന്നാൽ വേണ്ട എന്നുള്ള സാഹചര്യത്തിൽ ഇരിക്കുമ്പോഴായിരുന്നു ആഗസ്റ്റ് 12 അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുകയാണ്, നിങ്ങൾ നടക്കത്തില്ല എന്ന് വിചാരിക്കുന്ന ഏത് കാര്യവും 44 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നടന്നു കിട്ടുമെന്ന്. എൻ്റെ ഹസ്ബൻഡും ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും ആളും ഉടമ്പടി ധ്യാനം കൂടുന്നതാണ്. അന്ന് വൈകിട്ട് ആൾ പറഞ്ഞു, നമുക്ക് ഒന്ന് അവൻ്റെ സാറിനെ വിളിച്ചൊന്ന് സംസാരിച്ച് നോക്കാം, സാർ എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ട് നമുക്ക് വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് സാറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞ്, സാരമില്ല, 2 പരീക്ഷയുടെ ഇതല്ലേ, അത് വന്നിട്ട് എഴുതിയാൽ മതി എന്നുള്ള വിധത്തിൽ സാർ സംസാരിച്ച് ഞങ്ങളങ്ങനെ പേപ്പറുകൾ നീക്കി. പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിലൊരു സങ്കടം ഉണ്ടായിരുന്നു. എക്സാം മാറ്റി വെച്ചിട്ട് മകനെ സൗദിയിലേക്ക് പോകണ്ട എന്നുള്ളൊരിതായിരുന്നു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം മാതാവിനോട് പ്രാർത്ഥിച്ച് ലൈറ്റ് കാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. അവൻ്റെ എക്സാം മാറ്റാൻ ഞങ്ങൾക്ക് ആർക്ക് സാധിക്കില്ല, പക്ഷേ പരിശുദ്ധ അമ്മ പറഞ്ഞാൽ ഈശോയ്ക്ക് അത് സാധിക്കുമല്ലോ, അത് ഞങ്ങൾക്ക് മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അവൻ്റെ എക്സാം മാറ്റി കിട്ടുകയും 8 ഞങ്ങൾ ഒക്ടോബർ 8 എന്ന എക്സാം ഒക്ടോബർ 9 മാറ്റി കിട്ടി. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ 44 ദിവസം സെപ്റ്റംബർ 23 ഞങ്ങൾ സൗദിയിലേക്ക് പോകാൻ സാധിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു. അടുത്തത് എൻ്റെ മകളുടെ കാര്യം. അവൾ ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നവളാണ്. അവൾ കളിക്കാറുണ്ട്, എപ്പോഴും നോർമലായി അങ്ങനെ പോകണം. പക്ഷേ ഒരു മത്സരത്തിന് എന്നോട് വന്ന് പറഞ്ഞു, അമ്മ പ്രത്യേകം പ്രാർത്ഥിക്കണം, എനിക്ക് ഈ മത്സരം ജയിക്കണം, എൻ്റെ ടീം ജയിക്കണം, അമ്മ പ്രാർത്ഥിക്കണം മാതാവിനോടെന്ന്. ഞാനപ്പോൾ മാതാവിനോട് കൊന്തയിൽ പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, മാതാവേ, ഇതിൽ അവൾ എന്നോട് ഏറ്റവും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, അമ്മ ഇവൾക്ക് ആ ടീമിന് വിജയം നൽകണം, അവൾക്ക് ഫസ്റ്റ് പ്രൈസ് നൽകി മാതാവ് അനുഗ്രഹിച്ച് അതിനും മാതാവിന് 1000 നന്ദി ഞാൻ അറിയിപ്പിക്കുന്നു. അടുത്തത് എൻ്റെ ഇളയ മകൾ ആൻസി. അവൾ 5.5 വയസ്സ് ഞാൻ UKG ചേർക്കാൻ വേണ്ടി സ്കൂളിൽ കൊണ്ടുവന്നതാണ്. പക്ഷേ അവിടുന്ന് അവരുടെ നിയമം അനുസരിച്ച് 5.5 വയസ്സ് കഴിഞ്ഞുകൊണ്ട് 1-ാം ക്ലാസ്സിൽ തന്നെ ഇരുത്തണമെന്ന് അവരാവശ്യപ്പെട്ടു. പക്ഷേ അങ്ങനെ ഇരുത്തി. അവൾ പഠിക്കണുണ്ട്, പക്ഷേ അവൾക്കെന്തെങ്കിലും റീഡിങ്ങും ഇതൊക്കെ പ്രോബ്ലമായി. പക്ഷേ അങ്ങനെ അവൾ 1-ാം ക്ലാസ്സിൽ തന്നെ ഇരുന്ന് 2-ാം ക്ലാസ്സിലേക്ക് കയറി. 2-ാം ക്ലാസ്സിലായപ്പോഴും വായിക്കാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടും ഒത്തിരി വേർഡ്സൊക്കെ എഴുതാനും പാടായി. അവരെ സ്കൂളുകാരാണെങ്കിൽ അവളെ 2-ാം ക്ലാസ്സിൽ ഇരുത്താനും സമ്മതിക്കില്ല. അവൾ എല്ലാ വിഷയം ജയിക്കണമുണ്ട്, അതുകൊണ്ട് 2-ാം ക്ലാസ്സിൽ ഇരുത്തത്തില്ലെന്നായി. അങ്ങനെ ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. 3-ാം ക്ലാസ്സിലേക്കും കയറി. 3-ാം ക്ലാസ്സിൽ ഞാൻ മാതാവിനോട്, അമ്മ ഇനി മുകളിലേക്ക് കയറ്റി വിട്ട് തന്നെ ഒത്തിരി പഠിക്കാനുണ്ട്, ഒരു തീരുമാനം എടുക്കാൻ അമ്മ മാതാവിൻ്റെ സഹായം ഞങ്ങൾക്ക് കൂടിയേ തീരുമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പ്രാർത്ഥിച്ച് സ്കൂളുകാരോട് ഞങ്ങൾ ചെന്ന് പറഞ്ഞ് ഞങ്ങൾ എഴുതിത്തരാം, അവൾ 1 വർഷവും കൂടി 3-ാം ക്ലാസ്സിൽ ഇരുത്തി പഠിപ്പിക്കണം, അവൾക്കും മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ അവളോട് സംസാരിച്ച് അവൾ ഓക്കെ ആയി. അവളിപ്പം നല്ലപോലെ പഠിക്കുന്നുണ്ട്. അതിനും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അടുത്തത് ജപമാല റാലിക്ക് വരാനായിരുന്നു കുടുംബസമേതം. 2024 ഞാനും ഹസ്ബൻഡും കൂടി പങ്കെടുത്തതായിരുന്നു. 2025 ഞങ്ങൾക്ക് എല്ലാവർക്കും വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഹസ്ബൻഡിന് മാതാവിന് പ്രാർത്ഥിച്ച് ലീവ് കിട്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴി തന്നെ എൻ്റെ മോൾക്ക് ഛർദിലും ഭയങ്കര അസ്വസ്ഥതയുണ്ടായി. ഞാനപ്പോൾ വെള്ളിയാഴ്ച എനിക്ക് ഉടമ്പടി ഇവിടെ പുതുക്കണമായിരുന്നു. ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു, അമ്മേ, ഇത്രയും ദൂരം വന്നത് ഞങ്ങൾ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നു. ഇതിൽ മകൾക്ക് സുഖമില്ലാതെ വന്നാൽ ഞങ്ങൾ ഒരാൾ സ്റ്റക്കാവും. എന്തായാലും അമ്മ അവളുടെ എല്ലാവിധ അസുഖങ്ങളും മാറ്റിത്തരണം, ഞങ്ങൾക്ക് എല്ലാവർക്കും കുടുംബസമേതം ജപമാല റാലിയിൽ പങ്കെടുക്കാൻ അമ്മ അനുവദിക്കണേ എന്ന് പ്രാർത്ഥിച്ച് പോയി. പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ തന്നെ ആർക്കും യാതൊരു കുഴപ്പമില്ലാതെ ജപമാല റാലി പൂർത്തിയാക്കാൻ മാതാവ് ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിനും അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അടുത്തത് എൻ്റെ മകൻ അലൻ. ഞാൻ പറഞ്ഞല്ലോ, കർണാടക PUC +2 ആണ് അവൻ പഠിച്ചിട്ടുണ്ട്. അവൻ എക്സാമിന് പോകുമ്പോൾ ഞാൻ മാതാവിൻ്റെ ഉടമ്പടിത്താലും തേച്ച് കൊടുക്കുകയും ചെറിയ കാശ് അവൻ്റെ പോക്കറ്റിട്ട് ഉപ്പ് കൊടുത്ത് വിടുകയെല്ലാം ചെയ്യാറുണ്ട്. അവന് പരീക്ഷയ്ക്ക് ഡിറ്റിൻഷൻ നൽകി മാതാവ് അനുഗ്രഹിച്ചു. അതിനും മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ
സൗദിയിൽ യുദ്ധം തുടങ്ങിയ സമയത്ത് എല്ലാവരും ഭയക്കുന്ന സമയമാണ്. സത്യത്തിൽ എന്നെ സംബന്ധിച്ച് ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട സമയമാണ്. പക്ഷേ ഈ ഉടമ്പടി എടുത്തത് മുതൽ തന്നെ അവിടെ എൻ്റെ ഹസ്ബൻഡ് അമ്മ വിളിച്ച് പറയുമ്പോൾ പോലും എനിക്ക് എൻ്റെ മനസ്സിലൊരു ധൈര്യമായിരുന്നു, മാതാവ് കൂടെയുണ്ടല്ലോ, മാതാവ് കൂടെയുള്ളതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. ആ ധൈര്യം തന്നെ എന്നെ നിലനിർത്തി എനിക്കൊരു ഭയമില്ലാതെ ഇങ്ങോട്ട് ഇവിടെ ഇപ്പം സാക്ഷ്യം പറയാൻ വേണ്ടി ലീവ് അപേക്ഷിച്ചപ്പോൾ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായി. മാതാവിൻ്റെ ഇടപെടൽ മൂലം തന്നെ ഈശോ അത് ലീവെല്ലാം കൊടുത്ത് അനുഗ്രഹിച്ച് അതിന് എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ അർപ്പിക്കുന്നു. ഇനി എനിക്ക് ആത്മീയമായി കിട്ടിയ കാര്യമാണ്, ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എൻ്റെ ഏറ്റവും വലിയ ഭയമായിരുന്നു കുർബാനയ്ക്ക് മുടങ്ങാതെ പോകാൻ പറ്റുമോ എന്നുള്ളത്. ശരിക്കും അത് ആദ്യത്തെ ഒരു 2-3 മാസം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്ത് കാര്യം രാവിലെ ഞങ്ങളുടെ പള്ളിയിലെല്ലാം കുർബാന, അല്ലെങ്കിൽ വൈകുന്നേരം, ഈ 2 സമയവും എന്നെ സംബന്ധിച്ചോളം ഭയങ്കര, ഒന്ന് സ്കൂളിൽ വിടണം, ഒന്ന് വൈകുന്നേരം ട്യൂഷനാക്കാൻ പോകണം, അങ്ങനെയൊക്കെ പ്രോബ്ലം ഉണ്ട്. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഒരു ദിവസം എൻ്റെ മകനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയ വഴി ഞങ്ങളുടെ സെൻറ്റ് ജോൺസ് ചർച്ചിൽ, സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു ചർച്ചുണ്ട്, സെൻറ്റ് ആൻറ്റീൻസ് ചർച്ച്. അവിടെ ഞാൻ കയറിയതാണ്. അവിടെ വെച്ച് അറിയണം 12 മണിക്ക് എല്ലാ ദിവസവും അവിടെ കുർബാനയുണ്ട്. ഇംഗ്ലീഷ് കുർബാനയാണ് എല്ലാ ദിവസവും ഉണ്ടെന്നുള്ളത്. പക്ഷേ ആ സമയം എനിക്ക് ഏറ്റവും വലിയ എൻ്റെ മാതാവ് എന്നെ കാണിച്ചതായിട്ട് എനിക്ക് തോന്നിയ കാര്യം, എൻ്റെ മക്കളെല്ലാം സ്കൂളിൽ വിട്ട് എനിക്ക് സുഖമായിട്ട് പോയി കുർബാന കൂടി തിരിച്ചു വന്ന് അവർ 2:30 വരും. അതിന് മുമ്പായിട്ട് എൻ്റെ വീട്ടിൽ കയറാം. അങ്ങനെ എന്നെ മാതാവ് അനുഗ്രഹിച്ച് ഇപ്പം ഞാൻ മുടങ്ങാതെ ദിവ്യബലിക്ക് പോകാൻ എന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. അടുത്ത കുടുംബ പ്രാർത്ഥന, എൻ്റെ ഹസ്ബൻഡ് സൗദിയിലാണ്. എനിക്ക് ഹസ്ബൻഡ് കുടുംബ പ്രാർത്ഥന ചെല്ലണമെന്നുള്ളതായിരുന്നു. വീട്ടിലുള്ളപ്പോൾ പുള്ളി തന്നെ ലീഡ് ചെയ്യണത്. പക്ഷേ ഇപ്പം പുള്ളി ഓൺലൈൻ വന്ന് ഞങ്ങളെല്ലാവരും കൂടി കുടുംബ പ്രാർത്ഥന ചെല്ലാൻ മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. അടുത്തത് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം ഇവിടുന്ന് ഞാനിപ്പോൾ ഉടമ്പടി പുതുക്കാൻ വരും 3 കെട്ട് ഞാൻ കൊണ്ടുപോകും. അല്ലാതെ എൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ മകൾ ഇവിടെ എല്ലാ മാസവും വരും. അവൾ എനിക്ക് ആ പത്രം മേടിച്ച് തന്ന് അയച്ചു തരും. ഞാനതവിടെ കൊടുക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും ഉടമ്പടി ധ്യാനവും ഞാൻ ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്യാറുണ്ട്. അടുത്ത കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, പഠിക്കാൻ പൈസ ബുദ്ധിമുട്ടുള്ള പിള്ളേരെ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങളുടെ ഓർഫനേജിൽ ഞാൻ സാമ്പത്തികമായി സഹായം നൽകുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ വഴിയരിയിലിരിക്കുന്ന അവർക്ക് ഫുഡ് വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എന്നെ ഈ പ്രത്യക്ഷ സാക്ഷിയാക്കി ഞാൻ 1000 നന്ദി പറയുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 44-ാം അധ്യായം 12-13 തിരുവചനങ്ങൾ. അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും, അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും, അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും, അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല. ലീന മോൾ സ്റ്റാൻലി കുടുംബം ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ അൽത്താരയിൽ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റു പറയുന്നത്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ ജീവിതഭാരം ലഘൂകരിച്ചു കൊടുത്തതിനെക്കുറിച്ചും അവർക്ക് സംഭവിക്കാവുന്ന എല്ലാ പ്രതിസന്ധികളെയും പരിശുദ്ധ അമ്മ വളരെ ശക്തമായി നേരിടാനുള്ള ബുദ്ധിയും ശക്തിയുമെല്ലാം അവർക്ക് നൽകിയതിനെക്കുറിച്ചും ഈശോയെ സ്വന്തമാക്കാൻ സാധിച്ചതിലുള്ള അതിയായ കുടുംബത്തിൻ്റെ സന്തോഷത്തെക്കുറിച്ചുമൊക്കെയാണ് ലീന മോൾ ഇവിടെ ഏറ്റുപറഞ്ഞത്. നമുക്ക് മനസ്സിലാവുന്നത് പോലെ 3ാമതും അവർക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ടുള്ള വലിയ സൗഭാഗ്യമാണ് ഈശോ അവർക്ക് നൽകിയിരിക്കുന്നത്. തൻ്റെ ഹസ്ബൻഡിനെ, ജീവിത പങ്കാളിക്ക് സൗദിയിൽ ഒരു തടസ്സം വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അവരെപ്പോഴും ഉടമ്പടി വളരെ കൃത്യമായി പാലിക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് അതിനുള്ള വലിയൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നത്. അച്ഛൻ പറഞ്ഞു, 44 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏറ്റവും സാധ്യമല്ല എന്ന് തോന്നുന്ന കാര്യത്തിന് നിങ്ങൾക്കിപ്പോൾ ഒരു തീരുമാനമുണ്ടാകാൻ പോകുന്നു. നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മളെല്ലാവരും തന്നെ വളരെ കൃത്യമായി ഉടമ്പടി ഒരു ഫോളോ അപ്പായി നമ്മളെപ്പോഴും അത് കൂടിയിരിക്കണമെന്ന് ഉള്ളൊരു വലിയ ശക്തമായ നിബന്ധനയാണ്. അത് ഈ കുടുംബം അത് കൂടുന്നത് കൊണ്ടാണ് അവർക്ക് കൃത്യമായി പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ എന്താണെന്നും ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാനും സാധിച്ചത്. അവരതുപോലെ തന്നെ ലൈറ്റ് എ കാൻഡിൽ പ്രയർ ഇട്ട് കൃത്യമായി പ്രാർത്ഥിച്ച് മകൻ്റെ, നമുക്കറിയാവുന്ന പോലെ പ്രയർ മൂവ്സ് ദ മൗണ്ടൻ, നിനക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലയോട് ചെന്ന് കടലിൽ പതിക്കുക എന്ന് പറയുന്നത് പോലെ അത്രയും വിശ്വാസമുള്ളത് കൊണ്ട് മകൻ്റെ ആ ഒരു +2 എക്സാം പോലും PUC എക്സാം മാറ്റിവെക്കാനായിട്ടുള്ള ഒരു വലിയ കൃപ അവർക്ക് ഉണ്ടാവുകയും അതുപോലെ തന്നെ കുടുംബസമേതം ജപമാല റാലിക്ക് വന്ന് ഇവിടെ പങ്കെടുക്കുവാനും എല്ലാ തടസ്സങ്ങളും അതിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് അവർക്ക് മാറ്റിക്കൊടുക്കാനും സാധിച്ചു. എത്ര തന്നെ തടസ്സമായി സൗദിയിലോ ലോകത്തെവിടെയും ലോകമഹായുദ്ധം ഉണ്ടായാൽ തന്നെയായാലും
നമ്മുടെ കാര്യങ്ങളിൽ ഈശോ വളരെ ശ്രദ്ധാലുവാണെന്ന് ഈ മകൾക്ക് ഏറ്റുപറയാൻ സാധിക്കുന്നു. കുടുംബത്തോടൊപ്പം സൗദിയിൽ നിന്ന് ലീവ് എടുത്ത് ഹസ്ബൻഡിനോടൊപ്പം വന്ന് ഇവിടെ വന്ന് ഉടമ്പടി സാക്ഷ്യം ഇവർക്ക് ഏറ്റുപറയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ലീന മോളുടെ ഒരു വലിയ അനുഗ്രഹമായി ലോകത്തിൽ ഏറ്റവും വലിയ പ്രാർത്ഥനയായ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള സങ്കടം ഈശോ മാറ്റിക്കൊടുത്തതിൻ്റെ സാക്ഷ്യമാണ്. 12 മണിക്ക് എനിക്കൊരു ദിവ്യബലിയിൽ പങ്കെടുക്കാനുള്ള സാധ്യതയാണ് ഈശോ മകൾക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നാം ആഗ്രഹിക്കുന്നതിനപ്പുറം ഈശോ നമുക്കെല്ലാം തരും. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കും. കുടുംബ പ്രാർത്ഥന കൂട്ടമായി പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ഓൺലൈനിൽ ഹസ്ബൻഡ് സൗദിയിൽ നിന്ന് വരുന്നു. കൂട്ടത്തോടെ പ്രാർത്ഥന ചെയ്യാനുള്ള ഒരു വലിയ അനുഗ്രഹം കൂടി ലഭിച്ചിരിക്കുന്നു. നാം ആഗ്രഹിക്കുന്നതെല്ലാം നമ്മുടെ ലൈനിലേക്ക് ഗ്രീൻ സിഗ്നൽ ഇട്ട് ഈശോയ്ക്ക് നൽകുന്നത് ഉടമ്പടി പ്രാർത്ഥനയുടെ ഒരു ജീവിതക്രമത്തിൻ്റെ പ്രത്യേകതയാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ കുടുംബം വളരെ സന്തോഷത്തോടും ജീവിതഭാരങ്ങളെല്ലാം ലഘൂകരിച്ചുകൊണ്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ, ഈശോയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ, അഭിഷേകം ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ലീന മോൾ സ്റ്റാൻലിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.